എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി വിത്ത് ഉഷാസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ NMMS സെറ്റിൻ്റെ 1000 ക്വസ്റ്റ്യൻസിൽ 76 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. മുൻ വീഡിയോ എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 76. വിപ്ലവങ്ങളുടെ മാതാവ് ഏത് വിപ്ലവമാണെന്നാണ് ചോദ്യം. ഫ്രഞ്ച് വിപ്ലവമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 77. സോഷ്യലിസ്റ്റിൻ്റെ പിതാവ് റോബർട്ട് ഓവനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 78. കാർബണിൻ്റെ ഏറ്റവും അമൂല്യമായ രൂപമാണ് വജ്രം. ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. സിന്ധു നാഗരിക സംസ്കാര കാലഘട്ടത്തെ ലിപി ബ്രഹ്മി ലിപിയാണ്. അപ്പോൾ സോഷ്യലിസ്റ്റിൻ്റെ പിതാവ് റോബർട്ട് ഓവനാണ്, മറന്നുപോകരുത്. കാർബണിൻ്റെ ഏറ്റവും അമൂല്യമായ രൂപമാണ് വജ്രം. ബംഗാളിൻ്റെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 81. രണ്ടാം പാനിപ്പത്ത് യുദ്ധം ഏത് വർഷമാണ്? 1556 രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. രണ്ടാം പാനിപ്പത്ത് യുദ്ധം ആര് തമ്മിലാണ് ഏറ്റുമുട്ടിയതെന്നാണ് അക്ബറും ഹുമയൂണും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. രണ്ടാം പാനിപ്പത്ത് യുദ്ധം. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരാണെന്നാണ് ചോദ്യം. KG ബാലകൃഷ്ണനാണ്. പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിടുന്നതോടൊപ്പം വിഘടനത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. പഠിച്ചു വെക്കുക, കെമിസ്ട്രിയിലാണ്. അതുപോലെ തന്നെ ആദ്യമായി ഫിലമെൻ്റ് നിർമ്മിച്ചത് എഡിസൺ ആണ്. വൈദ്യുതി ഫിസിക്സിലെ ക്വസ്റ്റ്യനാണ് കേട്ടോ. വൈദ്യുതി കടത്തിവിടുക, അതുപോലെ തന്നെ വിഘടനത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. മറന്നു പോകരുത്. പിന്നെ രണ്ടാം പാനിപ്പത്ത് യുദ്ധം അക്ബറും ഹുമയൂണുമാണ്. മറന്നു പോകാൻ പാടില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 86. അക്ഷരമാല സംഖ്യാചിഹ്നമായി ഉപയോഗിച്ച സംഖ്യാരീതി വികസിപ്പിച്ചത് ആര്യഭട്ടനാണ്. കുളമ്പ് രോഗം പകർത്തുന്ന രോഗാണു വൈറസാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മലഗാസിയാണ്. ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് യമുന. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മലഗാസി. അതുപോലെ തന്നെ ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് യമുന. മറന്നു പോകാൻ പാടില്ല. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പോഷക നദികളൊക്കെ മറ്റു നദികളെ പറ്റിയൊക്കെ നിങ്ങളോട് ചോദിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 91. ഓസ്ട്രിയയും പ്രഷ്യയും തമ്മിൽ നടന്ന പിന്തുടർച്ചാവകാശ യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ. ഗുജറാത്തിലെ ആദ്യ പത്രം ബോംബെ സമാചാറാണ്. 1993 ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമാണ് ധാക്കയാണ്. അതുപോലെ തന്നെ 94 വാതകങ്ങളെ പ്രതലങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് കരി. അതുപോലെ തന്നെ പഞ്ചസാര നിർമ്മാണത്തിൽ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വസ്തു എല്ലുകരിയാണ്. അപ്പോൾ ഇത് വാതകങ്ങളെ പ്രതലത്തിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് കരി. അതുപോലെ തന്നെ പഞ്ചസാര നിർമ്മാണത്തിൽ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വസ്തു എല്ലുകരിയാണ്. അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഓസ്ട്രിയയും പ്രഷ്യയും തമ്മിൽ നടന്ന പിന്തുടർച്ചാവകാശ യുദ്ധം സപ്തവത്സര യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു വസ്തുവിൻ്റെ വേഗം വർദ്ധിക്കുന്നതനുസരിച്ച് അതിൻ്റെ പിണ്ഡവും വർദ്ധിക്കുന്നുവെന്ന് പ്രസ്താവിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുപോലെ തന്നെ ചലന നിയമങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ന്യൂട്ടൻ ആണ്. പിന്നെ ക്യൂബയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള കടലിടുക്ക് ഫ്ലോറിഡ കടലിടുക്കാണ്. കുറേ കടലിടുക്കുകളുണ്ട്. അതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ ക്യൂബയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് ഫ്ലോറിഡ കടലിടുക്ക്. പിന്നെ അതുപോലെ തന്നെ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത് ക്വസ്റ്റ്യനാണ് എന്ത്? റൂസോയുടെ പ്രസിദ്ധമായ ബുക്കാണ് എമിലി എന്നുള്ള പുസ്തകം. അതുപോലെ തന്നെ ദ്രവ്യങ്ങൾ നിർമ്മിച്ചത് എന്തുകൊണ്ടാണെന്നാണ്? മൂലകങ്ങൾ കൊണ്ടാണ് ദ്രവ്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓർത്ത് വെക്കുക. ഇതിൽ ചലന നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. മറന്നു പോകാൻ എത്രയാണ്? 76 മുതൽ 100 വരെയുള്ള 25 ക്വസ്റ്റ്യൻസ്. അടുത്തത് നമുക്ക് 125 വരെയുള്ള ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത വീഡിയോ വരാം. ഓക്കെ, നന്ദി, നമസ്കാരം.